നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. UAE-യിൽ ട്രാഫിക് നിയമങ്ങൾ പാലിക്കാത്തവരിൽ നിന്ന് വൻ തുകയാണ് പിഴയായി അധികൃതർ ഈടാക്കുന്നത്. അതിനാൽ ട്രാഫിക് നിയമങ്ങളിൽ അധികൃതർ വരുത്തുന്ന മാറ്റങ്ങൾ പ്രവാസികൾ അറിയാതെ പോകരുത്. അബുദാബിയിലെ അൽ സഅദ ബ്രിഡ്ജിൽ ഇന്നു മുതൽ വേഗത നിയന്ത്രണം പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട്. എമിറേറ്റിലെ ഇന്റഗ്രേറ്റഡ് ട്രാൻസ്പോർട്ട് സെന്ററാണ് ഇക്കാര്യം അറിയിച്ചത്. ഇവിടുത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കാരണമാണ് വാഹനങ്ങളുടെ വേഗപരിധി കുറയ്ക്കുന്നതെന്ന് ബുധനാഴ്ച പുറത്തിറക്കിയ അറിയിപ്പിൽ പറഞ്ഞിരുന്നു. ഷെയ്ഖ് സായിദ് ബിൻ സുൽത്താൻ സ്ട്രീറ്റിലെ അൽ സഅദ പാലത്തിൽ വെള്ളിയാഴ്ച മുതൽ, അതായത് ഇന്ന് മുതൽ ഇരു ദിശകളിലേക്കും പരമാവധി വേഗത മണിക്കൂറിൽ 80 കിലോമീറ്റർ ആയിരിക്കും. ഈ വർഷം ഡിസംബർ വരെയായിരിക്കും ഈ നിയന്ത്രണം തുടരുകയെന്ന് ഇന്റഗ്രേറ്റഡ് ട്രാൻസ്പോർട്ട് സെന്ററിന്റെ അറിയിപ്പിൽ വ്യക്തമാക്കുന്നുണ്ട്. ഇതുവഴിയുള്ള യാത്രകളിൽ ഡ്രൈവർമാർ പ്രത്യേക ജാഗ്രത പുലർത്തണമെന്നും പകരമുള്ള നിർദ്ദിഷ്ട പാതകൾ ഉപയോഗിക്കണമെന്നും അറിയിച്ചിട്ടുണ്ട്. അതേസമയം കുവൈത്തിൽ ജോലി ചെയ്യുന്ന പ്രവാസികൾ തങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസുകളുടെ സാധുത പരിശോധിച്ച് ഉറപ്പുവരുത്തണമെന്ന് ആഭ്യന്തര മന്ത്രാലയം നിർദ്ദേശിച്ചിരിക്കുകയാണ്. മൈ ഐഡന്റിറ്റി മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയാണ് ഇത് പരിശോധിക്കേണ്ടത്. രാജ്യത്ത് പ്രവാസികൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് അനുവദിക്കുന്നതിനും പുതുക്കുന്നതിനുമുള്ള നിബന്ധനകൾ കർശനമാക്കിയ സാഹചര്യത്തിൽ ലൈസൻസുകൾ സ്വമേധയാ റദ്ദാക്കപ്പെടുന്ന സാഹചര്യത്തിലാണ് അറിയിപ്പ്. പ്രവാസികൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ കർശന വ്യവസ്ഥകൾ ഏർപ്പെടുത്തിയിരിക്കെ നിലവിൽ ലൈസൻസ് ഉള്ളവർ ഈ നിബന്ധനകൾ പാലിക്കുന്നില്ലെന്ന് കണ്ടെത്തിയാൽ ഡ്രൈവിംഗ് ലൈസൻസുകൾ റദ്ദാക്കപ്പെടും. നിയമവിരുദ്ധമായി നേടിയ ലൈസൻസുകൾ അവയുടെ കാലാവധി തീരും മുൻപ് തന്നെ റദ്ദാവും. ലൈസൻസ് എടുത്തിട്ടുള്ളവരുടെ ജോലിയും ശമ്പളവും വിദ്യാഭ്യാസ യോഗ്യതയും പരിശോധിച്ച് മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ പബ്ലിക് അതോറിറ്റി ഫോർ മാൻ പവറിനെയും ഗതാഗത വകുപ്പിനെയും ബന്ധപ്പെടുത്തി പ്രത്യേക സംവിധാനവും ഒരുക്കിയിരുന്നു. കഴിഞ്ഞ മാസങ്ങളിൽ നൂറുകണക്കിന് പ്രവാസികളുടെ ഡ്രൈവിംഗ് ലൈസൻസുകൾ റദ്ദാക്കിയതായി അധികൃതർ അറിയിച്ചിരുന്നു. റദ്ദായ ഡ്രൈവിംഗ് ലൈസൻസ് ഉപയോഗിച്ച് വാഹനം ഓടിക്കുന്നവർ പിടിയിലായാൽ ശിക്ഷാ നടപടികൾ സ്വീകരിക്കുന്നതിനൊപ്പം പ്രവാസികളെ നാടുകടത്തുകയും ചെയ്യും. ഇത്തരത്തിൽ നിരവധി പ്രവാസികൾ ട്രാഫിക് നിയമലംഘനത്തിന്റെ പിടിയിലായിട്ടുണ്ട്. പ്രവാസികളുടെ തൊഴിൽ, താമസ, ഗതാഗത നിയമലംഘനങ്ങൾ കണ്ടെത്താൻ കുവൈത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വലിയ പരിശോധനയാണ് ഇപ്പോൾ നടന്നു വരുന്നത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.